നമസ്കാരം. ഞങ്ങൾ തിരുവനന്തപുരം ഗവൺമെൻറ് ലോ കോളേജിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണ്. ഇപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കോമൺ പ്രശ്നം അത് അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് വിളിച്ചിരിക്കുന്നത്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മാധ്യമപ്രവർത്തകർക്കും ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, രാജ്യമൊട്ടാകെ പരീക്ഷാ നടത്തിപ്പിലും മൂല്യനിർണ്ണയത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള അപാകതകൾ, മൂല്യനിർണ്ണയത്തിൽ ഉണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങൾ, ഇതെല്ലാം ഇന്ന് ഇന്ത്യ ഒട്ടാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ജന്തർ മന്ദറിലെ സമരം നമ്മൾ കണ്ടതാണ്. അപ്പോൾ സമാന രീതിയിൽ ഇന്നിപ്പോൾ കേരളത്തിലും ഈ ഒരു വിഷയം ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഓഗസ്റ്റ് 14 യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനത്ത് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒത്തുചേർന്ന് അവിടെ യൂണിവേഴ്സിറ്റിയുടെ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾക്കെതിരെ സമരം ആരംഭിച്ചിരിക്കുകയാണ്. അനിശ്ചിതകാല സമരത്തിലാണ് വിദ്യാർത്ഥികൾ. നമ്മൾ പല രീതിയിലും യൂണിവേഴ്സിറ്റിയെ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളും അവരനുഭവിക്കുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ തികച്ചും നിഷേധാത്മകമായിട്ടുള്ള, നമുക്ക് നിരാശാജനകമായിട്ടുള്ള ഒരു റെസ്പോൺസാണ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദീകരിക്കുക എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചതിൻ്റെ ഉദ്ദേശം. അപ്പോൾ പറയാനുള്ള കാര്യങ്ങൾ, ആദ്യം തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് പരീക്ഷാ നടത്തിപ്പിലുണ്ടാകുന്ന കാലതാമസം. ഒന്നാമത്തെ ഇഷ്യൂ ആണത്. കാലതാമസം എന്ന് പറയുമ്പോൾ വലിയ ഒരു ഡിലേ ആണ്. നമ്മുടെ ഓരോ സെമിസ്റ്ററിലും നടക്കേണ്ട എക്സാമുകൾ അത് കൃത്യസമയത്ത് നടക്കാതെ, ഉദാഹരണം പറയുകയാണെങ്കിൽ 5ാം സെമിസ്റ്ററിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി 3ാം സെമിസ്റ്ററിൻ്റെ എക്സാം എഴുതുകയാണ്. 6ാം സെമിസ്റ്ററിൽ പഠിക്കുമ്പോൾ 4ാം സെമ്മിൻ്റെയും 5ാം സെമ്മിൻ്റെയും പരീക്ഷകൾ എഴുതേണ്ടി വരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും എത്രത്തോളം ഒരു ഗ്യാപ്പാണ് ഒരു സെമ്മിൻ്റെ എക്സാമിൻ്റെ ഇടയിൽ വന്നിരിക്കുന്നതെന്നുള്ളത്. ഒരു സെമിസ്റ്റർ പഠിക്കുമ്പോൾ 3 മാസത്തിനിടയ്ക്ക് 2 പരീക്ഷകൾ ഞങ്ങൾ എഴുതേണ്ട സാഹചര്യം ഉണ്ടാകും. ഞങ്ങളുടെ 4ാം സെമിസ്റ്റർ എക്സാമും അതേപോലെ തന്നെ 5ാം സെമിസ്റ്റർ എക്സാമും 6th സെമ്മിൽ പഠിക്കുമ്പോഴാണ് 3 മാസത്തെ ഗ്യാപ്പിലാണ്, മാർച്ചിലും ജൂണിലുമായിട്ട് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ എവിടെയാണെന്ന് ചോദിച്ചാൽ ക്വാളിറ്റി ഓഫ് ലേണിങ്ങിനെ ബാധിക്കുന്നു എന്നാണ്. നമുക്ക് കൃത്യമായി പഠിക്കാൻ, നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവുമല്ലോ, ഒരു സെമിസ്റ്റർ കറൻ്റ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സെമിസ്റ്റർ പഠിക്കാൻ സാധിക്കുന്നില്ല. അതിനു മുമ്പ് തുടരെ എക്സാമുകൾ വരികയാണ്. പരീക്ഷ നടത്തിപ്പിലുണ്ടാകുന്ന കാലതാമസം ഇത് ഓട്ടോമാറ്റിക്കലി ഡിലേ ഉണ്ടാക്കുന്നുണ്ട്. എക്സാമിൻ്റെ റിസൾട്ട് വരുന്നതിൽ വലിയ ഡിലേ ഉണ്ടാകുന്നു. അപ്പോൾ ഇതിനെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു അക്കാഡമിക് കലണ്ടർ, പ്രോപ്പറായിട്ടുള്ള ഒരു അക്കാഡമിക് കലണ്ടർ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ആ വിഷയത്തിൽ യൂണിവേഴ്സിറ്റി ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് ആദ്യം തന്നെ പറയാനുള്ളത്. ഈ അക്കാഡമിക് കലണ്ടറിനെ സ്ട്രിക്ട്ലി അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനും സാധിക്കണം. അടുത്ത പ്രധാനപ്പെട്ട വിഷയമാണ് മൂല്യനിർണ്ണയത്തിനകത്തുണ്ടാകുന്ന അപാകതകൾ. അതിൽ കഴിഞ്ഞ ദിവസം വലിയ സമരങ്ങൾ മറ്റ് സംഘടനകളുടെ ആയിക്കോട്ടെ, അല്ലാതെ രാഷ്ട്രീയമൊന്നും ഇല്ലാതെ പറയുന്ന ഇപ്പോൾ വിദ്യാർത്ഥികൾ അവിടെ ചെയ്യുന്ന സമരമായാലും അതിലേറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള പോയിൻ്റാണ് ഈ മൂല്യനിർണ്ണയത്തിനകത്തുണ്ടാകുന്ന അപാകതകൾ എന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു വാല്യുവേഷൻ പ്രോസസ്സ് ഇല്ല എന്നുള്ളതാണ് ഖേദകരമായിട്ടുള്ളൊരു വസ്തുത. അവിടെ സംഭവിക്കുന്നത്, ആദ്യം ഒരു റിസൾട്ട് വരുന്നു. ആദ്യം കേരള യൂണിവേഴ്സിറ്റിയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് കാണാം പാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 50-55% വരെയാണ് മാക്സിമം വരുന്നത്. അപ്പോൾ ഊഹിക്കാമല്ലോ, പകുതിയോളം സ്റ്റുഡൻസ് അല്ലെങ്കിൽ 45% പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളും പരാജയപ്പെടുന്നൊരു സാഹചര്യം. അതിനെ തുടർന്ന് റീവാലുവേഷൻ അപ്ലൈ ചെയ്യും. റീവാലുവേഷൻ്റെ റിസൾട്ടുകൾ വരുമ്പോൾ വലിയ തോതിലുള്ള ഒരു മാർക്കിൽ വർധനവ് വരികയാണ്, ഒരു വലിയ സബ്സ്റ്റാൻഷ്യൽ ഇൻക്രീസ് ഉണ്ടാവുകയാണ്. ഇപ്പോൾ ഒരു സെമിസ്റ്റർ 3rd സെമ്മിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് 50 മാർക്ക് കൂടുകയാണ്. മൊത്തം ആ സെമിസ്റ്ററിൽ 50, അത് ഒരു വിഷയത്തിന് 28 മാർക്ക് കൂടുന്നുണ്ട്. ഒരു വിഷയത്തിൽ 28 മാർക്ക് കൂടുന്നുണ്ട്. ഇങ്ങനത്തെ പല ഇൻസ്റ്റൻസുകൾ ഇവിടെ വിവരാവകാശം യൂണിവേഴ്സിറ്റി തന്നെ തന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണ്. ഇപ്പം 1ാം സെമിസ്റ്റർ എക്സാമിൻ്റെ അത് സംബന്ധിച്ചുള്ള ഡാറ്റ കളക്ട് ചെയ്യുമ്പം യൂണിവേഴ്സിറ്റി തന്നെ പറയുന്ന കാര്യമാണ്. നമുക്ക് പ്രസ് മീറ്റിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ കോപ്പി തരാവുന്നതാണ്. ഇവിടെ 231 റീവാലുവേഷൻ ആപ്ലിക്കേഷനുകൾ ഫസ്റ്റ് സെമിസ്റ്റർ എക്സാമിന് കൊടുത്തു. 231 വിദ്യാർത്ഥികളാണ് റീവാലുവേഷൻ അപ്ലൈ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് സെമിസ്റ്റർ എക്സാമിൻ്റെ മാർക്കിൽ ചേഞ്ച് വന്നിരിക്കുന്നത് 180 വിദ്യാർത്ഥികൾക്ക്. അതായത്
77.9% വിദ്യാർത്ഥികൾക്കും 231 പേർ അപ്ലൈ ചെയ്തപ്പോൾ 180 പേർക്ക് മാർക്കിൽ ചേഞ്ച് വന്നിരിക്കുന്നു. 78%-ഓളമാണ് ഇത്തരത്തിലുള്ള ചേഞ്ച് ഉണ്ടാകുന്നത്. അതിൽ ഈ 180-ൽ 63 സ്റ്റുഡൻസിന് 10%-ലധികം വർധനവ്. അതായത് 35%-ഓളമാണ് 10 മാർക്കിലധികം. ഒരു സബ്ജക്റ്റിനാണ് ഈ പറയുന്നത്, ഒരു സബ്ജക്റ്റിൽ 10 മാർക്കിനധികം വർധനവ് വന്നിരിക്കുന്നത് 35% വിദ്യാർത്ഥികൾക്ക്. മുഴുവൻ മാർക്കിൽ വ്യത്യാസം വന്നിരിക്കുന്നത് 78% വിദ്യാർത്ഥികൾക്ക്. ഇപ്പോൾ ഈ ഡാറ്റ തരാം. ഇത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ ശേഖരിച്ച വിവരാവകാശ രേഖയാണ്. അടുത്ത ഒരു ഇഷ്യൂ, ഒരു RTIക്ക് വന്ന മറുപടിയാണ്. ലോ ഓഫ് കോൺട്രാക്ട് ഞങ്ങളുടെ ഒരു പേപ്പറാണ്. ലോ ഓഫ് കോൺട്രാക്ടിന്റെ ഒറിജിനൽ വാല്യുവേഷൻ മാർക്കാണ്. ഒറിജിനൽ വാല്യുവേഷൻ മാർക്ക് എന്ന് പറയുന്നത് 17 മാർക്കാണ് ഒറിജിനൽ വാല്യുവേഷൻ. അതിനുശേഷം 17 മാർക്ക് എന്ന് പറയുമ്പോൾ ആ കുട്ടി പരാജയപ്പെട്ടിരിക്കുകയാണ്. 17 മാർക്ക് റീവാല്യുവേഷൻ അപ്ലൈ ചെയ്യുന്നു. റീവാല്യുവേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ലെവൽ മാർക്ക് 38. നോക്കൂ, റീവാല്യുവേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഒറിജിനൽ മാർക്കായിട്ടിരുന്ന 17 മാർക്കിൽ നിന്നും ഫസ്റ്റ് ലെവൽ വാല്യുവേഷനിൽ 38 മാർക്കുകളായി മാറി. വലിയ വർധനമാണ്. 21 മാർക്കിന്റെ വ്യത്യാസമാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി റീവാല്യുവേഷൻ സെക്കൻഡ് ലെവലുണ്ട്. ആ സെക്കൻഡ് ലെവലിൽ നോക്കും 38 എന്നുള്ളത് നേരെ കുറഞ്ഞ് 28 മാറി. അടുത്തത് റീവാല്യുവേഷന്റെ ഫൈനൽ മാർക്ക് 33 മാർക്ക്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ലോ ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്ന ഒരു പേപ്പറാണിത്. ഒറിജിനൽ വാല്യുവേഷനിൽ 17 മാർക്ക് ആവുന്നു. അതിനുശേഷം റീവാല്യുവേഷന്റെ ഫസ്റ്റ് ലെവൽ 38 മാർക്ക് ആവുന്നു. സെക്കൻഡ് ലെവലിൽ അത് പിന്നെയും കുറഞ്ഞത് 28 ആവുന്നു. ഫൈനൽ മാർക്ക് വരുമ്പോഴത്തേക്കിനും അത് 33 മാർക്കായിട്ട് മാറുന്നു. അപ്പോൾ ഇവർ സത്യത്തിൽ എങ്ങനെയാണ് ഈ വാല്യുവേഷൻ ചെയ്യുന്നതെന്ന്, അതിൽ ഒട്ടും ട്രാൻസ്പറൻസി ഇല്ലാതെയാണ് ഈ വാല്യുവേഷൻ നടക്കുന്നത് എന്നുള്ളത് ഇത്തരത്തിലുള്ള രേഖകളിൽ നിന്നും വ്യക്തമാണ്. ഇവരെവിടെ നോക്കിയാണ്, ഇവർ ആകാശത്ത് നോക്കിയാണ് മാർക്ക് ഇടുന്നതെന്നാണ് നമുക്ക് സംശയം. കാരണം അത് എന്തുമാത്രം ആർബിട്രറി ആണ് ഈ പ്രോസസ്സ് എന്ന് ഈ രേഖകളിൽ കൂടെ മനസ്സിലാവും. അതേപോലെ ലോ ഓഫ് ക്രൈംസ്, അതായത് IPC പഠിക്കുന്ന ഒറിജിനൽ വാല്യുവേഷൻ മാർക്ക് 16. അതിന്റെ റീവാല്യുവേഷന്റെ ഫസ്റ്റ് ലെവൽ 33 വർദ്ധിച്ചു. റീവാല്യുവേഷൻ സെക്കൻഡ് ലെവലായപ്പോൾ 23, പിന്നെയും 10 മാർക്ക് താഴ്ന്നിരിക്കുന്നു. പിന്നീട് 23 നിന്ന് റീവാല്യുവേഷൻ ഫൈനൽ വരുമ്പോൾ 28 മാർക്കായിരിക്കുന്നു. വളരെ ആർബിട്രറി അല്ലേ? ഇത് പ്രൈമ ഫെസി തന്നെ എവിഡന്റ് ആണ് ഈ രേഖകളിൽ നിന്നുള്ളത്. അപ്പോൾ ഇത് പരിഹരിക്കാൻ ഒരു മാർഗം എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഈ ആൻസർ കീ പരീക്ഷ നടന്ന് 7 ദിവസത്തിനകം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത്. എങ്കിൽ മാത്രമേ ഇതിനകത്തൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു വാല്യുവേഷൻ സാധ്യമാകും. ഇപ്പോൾ നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള ആൻസർ കീ ഇല്ല. അതിലൊരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ആൻസർ കീ നമുക്ക് ആവശ്യമാണ്. അതേപോലെ തന്നെ ഇതിനകത്ത് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു മോഡൽ, പ്രത്യേകിച്ച് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻസ് ആണ്. ഇവർ എക്സ്പെക്ട് ചെയ്യുന്ന ആൻസറിന്റെ പാറ്റേണുകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ പോയിന്റ്സ് എന്താണ്, വളരെ ആർബിട്രറി ആയിട്ട് ഇവിടെ എക്സാം നടക്കുന്നുണ്ട് തന്നെ. 12 മാർക്കിന്റെ ഒരു എസ്എ പേപ്പർ എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത്, ആ 12 മാർക്കിന്റെ ഒരു എസ്ഐക്ക് ഏകദേശം 5-6 പേജോളം ഒക്കെ മിനിമം എഴുതിയെങ്കിൽ മാത്രമേ, അതും അവർ പറയുന്നത് ഏറ്റവും നല്ല എക്സലന്റ് ആൻസേഴ്സിന് പോലും 8 മാർക്ക് വരെ എന്നൊക്കെയാണ് പറയുന്നത്. 12 മാർക്കിൽ 8 മാർക്ക്. ഇതെങ്ങനെയാണ് ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ നിർണ്ണയിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയ രസം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഇപ്പോൾ ചെറിയ തോതിലൊരു കോംപ്രിഹെൻസീവ് ഒന്നും അല്ലാത്ത അത് പബ്ലിഷ് ചെയ്യുന്നൊന്നുമില്ല. ഒരു ആൻസർ കീ നമുക്ക് വിവരാവകാശ രേഖ വഴി എടുക്കാൻ സാധിക്കും. അതിനകത്ത് ഒരു പാരഗ്രാഫ് ഒക്കെയാണ് അതിൽ വ്യക്തതയില്ലാതെ വളരെ വേഗമായിട്ടുള്ള ഒരു ആൻസർ കീ. അപ്പോൾ ഇതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒന്നെങ്കിൽ മോഡൽ ആൻസർ പേപ്പറുകളോ, നമുക്കൊരു അതേപോലെ എക്സാം നടന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ പറയുന്ന രീതിയിൽ ഒരു കൃത്യമായിട്ടുള്ള ആൻസർ കീയോ പബ്ലിഷ് ചെയ്യണം. ഇത് മറ്റു പല എക്സാംസിനും നമ്മൾ കാണുന്നതാണ്, ഒരു ആൻസർ കീ കൃത്യമായിട്ട് കൊടുക്കാറുണ്ട്. ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് യൂണിവേഴ്സിറ്റി പരിഹരിക്കേണ്ടതുണ്ട്. അടുത്ത ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നം ഇവിടെ ഉന്നയിക്കുന്നത്, റീവാലുവേഷൻ്റെ തന്നെ നമുക്ക് 10%-ലധികം വർധന ഒരു വിഷയത്തിന്, ഒരു പേപ്പറിനുണ്ടായാൽ, ഒരു സബ്ജക്റ്റിനുണ്ടായാൽ റീഫണ്ട് തരിക എന്നുള്ളതാണ്. 780 നേരത്തെ ഫീസ്, റീവാലുവേഷൻ ഫീ. ഇന്നിപ്പോൾ അത് 820 വീണ്ടും കൂട്ടി. ഇവിടെ കുറയ്ക്കുന്നതിന് വേണ്ടി സമരം ചെയ്തു, പക്ഷേ യൂണിവേഴ്സിറ്റി 820 അത് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളോട് മുഖം തിരിക്കുക എന്നതിൽ ഉപരിയായി ഒരു പടി കൂടി കടന്ന് അതിന് പ്രതിഷേധാത്മകമായിട്ടുള്ള നടപടി കൂടി യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. 780 കുറയ്ക്കാൻ സമരം ചെയ്തെടുത്ത് പിന്നെയും 40 രൂപ വർദ്ധിപ്പിച്ച് 820 ആക്കിയിരിക്കുന്നു. അതുപോലെ സ്ക്രൂട്ടിനി ഫീസും വർദ്ധിപ്പിച്ചിരിക്കുന്നു. നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന പിഴവ് കൊണ്ടല്ല ഇവിടെ ഈ റീവാലുവേഷനിലൂടെ ഇത്രയും വലിയ ഒരു സബ്സ്റ്റാൻഷ്യൽ ഇൻക്രീസ് ഇൻ ദി മാർക്സ് അത് സംഭവിക്കുന്നത്.
അപ്പോൾ ഈ 10% വർധനവ് കൊണ്ടുവന്നാൽ കൃത്യമായിട്ടുള്ളൊരു പ്രൊസീജിയർ ഉണ്ടാക്കുക, അവർക്ക് റീവാലുവേഷൻ ഫീ റീഫണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഡിമാൻഡ്. അതേപോലെ തന്നെ സൂക്ഷ്മ പരിശോധന, സ്ക്രൂട്ടണിയിൽ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് സംഭവിക്കുന്ന തെറ്റ് കാരണം, പെസക് കാരണം ഈ സ്ക്രൂട്ടണിയിൽ മാർക്ക് കൂടാറുണ്ട്. അപ്പോൾ പിന്നെ റീവാലുവേഷനിലേക്ക് പോകേണ്ടി വരാറില്ല, ചിലപ്പോൾ സ്ക്രൂട്ടണിയിൽ മാർക്ക് കൂടാറുണ്ട്. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ അതും ഒരു അധ്യാപകൻ്റെ വാല്യുവേഷനിൽ വരുന്ന തെറ്റുകൊണ്ടാണ് ഈ പറയുന്ന രീതിയിൽ സ്ക്രൂട്ടണിയിൽ മാർക്ക് കൂടുന്നത്. അപ്പം ആ കേസിലും സ്ക്രൂട്ടണി ഫീസ് റീഫണ്ട് ചെയ്യണം എന്നുള്ളത് നമ്മുടെ അടുത്ത ആവശ്യമാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു വിഷയം, പൂർണ്ണമായും ഈ റീവാലുവേഷൻ്റെ റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നതിന് മുമ്പായി സപ്ലിമെൻ്ററി എക്സാം അനൗൺസ് ചെയ്യും. പല ഘട്ടങ്ങളിലാണ്. ഒരു കൺസോളിഡേറ്റഡ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന ഫസ്റ്റ് റിസൾട്ട് വരുന്ന ഒരു രീതിയിലല്ല ഇപ്പം ഉള്ളത്. കേരള യൂണിവേഴ്സിറ്റിയുടെ ഇപ്പോൾ സപ്ലിമെൻ്ററി എക്സാമിൻ്റെ റിസൾട്ടുകൾ പ്രഖ്യാപിക്കുമ്പോൾ അവർ പല ഘട്ടങ്ങളിലായിട്ട് ഇത് കൊണ്ടുവന്ന് പബ്ലിഷ് ചെയ്യും. അപ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷയം, പൂർണ്ണമായി റിസൾട്ട് വരുന്നതിന് മുമ്പ് ഇവർ സപ്ലിമെൻ്ററി എക്സാമിന് രജിസ്ട്രേഷൻ വിളിക്കും. അതിൽ ഫീസുണ്ട്, സപ്ലിമെൻ്ററി എക്സാമിന് ഫീസുണ്ട്, അതടച്ച് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ഇപ്പോൾ ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പലർക്കും റീവാലുവേഷൻ്റെ തലേ ദിവസം 2 ദിവസം 3 ദിവസം മുമ്പൊക്കെ ആയിട്ട് റീവാലുവേഷൻ്റെ റിസൾട്ട് കൊണ്ടുവന്ന് പ്രഖ്യാപിക്കും. നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ് എന്തുമാത്രം അൺഫെയർ ആണ് ആ പ്രാക്ടീസ് എന്നുള്ളത്. ഇനി അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, സപ്ലിമെൻ്ററി എക്സാം എഴുതുന്ന ഘട്ടത്തിൽ, ഞങ്ങളുടെ ക്ലാസ്സിൽ അടക്കമുള്ള വിദ്യാർത്ഥികളുണ്ട്, സപ്ലിമെൻ്ററി എക്സാം എഴുതുന്ന ഘട്ടത്തിലും അവർക്ക് റീവാലുവേഷൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടില്ല. ആലോചിച്ച് നോക്കുക, അപ്പോൾ 2 പരീക്ഷകൾ. ഒരു വിദ്യാർത്ഥി അങ്ങനെ എഴുതുകയാണെങ്കിൽ സപ്ലിമെൻ്ററി എക്സാം എഴുതിയതിന് ശേഷം റീവാലുവേഷൻ്റെ റിസൾട്ട് വരുന്നെങ്കിൽ അതിലും ജയിച്ചു, സപ്ലിമെൻ്ററി എക്സാമിൽ എഴുതി കഴിയുമ്പോൾ അതിൻ്റെ മാർക്ക് വരുമ്പോൾ അതിലും ജയിക്കുക. അതായത് ഒരേ വിഷയത്തിൻ്റെ തന്നെ 2 പരീക്ഷ എഴുതേണ്ടി വരുന്നൊരു സമ്പ്രദായമാണ് ഇന്നൊരു ഈ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്നത്. അത് എത്രത്തോളം വിദ്യാർത്ഥികളെ മാനസികമായിട്ടുള്ള സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുപോകും. നമ്മുടെ പഠിക്കാനുള്ള സമയമല്ലേ ഇവർ കളയുന്നത്. അല്ലെങ്കിൽ തന്നെ ഈ ക്വാളിറ്റി ഓഫ് ലേണിങ്ങിനെ ഇത് മുഴുവൻ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ കൃത്യമായിട്ട് എല്ലാ റീവാലുവേഷൻ്റെ മുഴുവൻ റിസൾട്ടുകളും പബ്ലിഷ് ചെയ്ത് അതിന് ശേഷം മാത്രമേ സപ്ലിമെൻ്ററി എക്സാമിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിക്കാൻ പാടുള്ളൂ. ഒരു 14 അല്ലെങ്കിൽ 20 ദിവസം മുമ്പെങ്കിലും. കാരണം ഇപ്പോൾ തലേ ദിവസം കൊണ്ടുവന്ന് പബ്ലിഷ് ചെയ്യുമ്പം പഠിക്കണോ വേണ്ടായോ എന്നുള്ള, വെറുതെ പഠിച്ചു വെച്ചു അതിനുശേഷമാണ് റീവാലുവേഷൻ വരുമ്പോൾ അയാൾ ജയിക്കുന്നതെങ്കിൽ അത്രയും സമയം വേസ്റ്റാണ്. മറ്റ് വിഷയങ്ങൾ ഡിവോട്ട് ചെയ്ത് ആ കാര്യങ്ങൾ പഠിക്കാൻ ഉപയോഗിക്കേണ്ട സമയമാണ് ഇത്തരത്തിൽ ഫ്യൂട്ടൈൽ ആയിട്ടുള്ള ഒരു എക്സർസൈസായി മാറുന്നത് അതിനുശേഷം അയാൾ ജയിച്ചാൽ. അപ്പോൾ കൃത്യമായി നേരത്തെ തന്നെ ഈ റിസൾട്ടുകൾ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ മുഴുവൻ റിസൾട്ടുകളും പ്രഖ്യാപിച്ചതിന് ശേഷം, റീവാലുവേഷൻ റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം അടുത്ത സപ്ലിമെൻ്ററി എക്സാം അനൗൺസ് ചെയ്യുക. അതുപോലെ തന്നെ അതാണ്, ഇതൊക്കെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള ആവശ്യങ്ങൾ. അപ്പോൾ ഇത് മുൻനിർത്തിക്കൊണ്ട് ഇപ്പം ഹൈക്കോർട്ടിൽ ഞങ്ങൾ അവിടെ തിരുവനന്തപുരം ഗവൺമെൻറ് ലോ കോളേജിലെ വിദ്യാർത്ഥികളെല്ലാം കൂടി ചേർന്നൊരു ഫോറം രൂപീകരിച്ച് ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ഹൈക്കോടതിയിൽ ഈ മാറ്റർ പ്രസൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. സ്റ്റുഡൻസ് റെസിസ്റ്റൻസ് ഫെഡറേഷൻ എന്നാണ് അതിൻ്റെ പേര്, SR. അപ്പോൾ അതൊരു അതിന് രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങളൊന്നുമില്ല, അതൊരു വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മ എന്നുള്ളതേ ഉള്ളൂ. അവിടെ ഞങ്ങൾ ഹൈക്കോടതിയിലേക്കും ഇതേ മാറ്റർ തന്നെ പാരലായി ഈ മാറ്റേഴ്സ് റേസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഹൈക്കോടതി വഴിയും ഞങ്ങൾക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടൊരു പോരാട്ടം നടത്തുകയാണ്. അപ്പം ഈ ആഴ്ച മൂവ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ കുറച്ചുകൂടി അത് കുറച്ച് ഡോക്യുമെൻസിൻ്റെ കൂടെ വെരിഫിക്കേഷൻ ആവശ്യമായതുകൊണ്ട് തന്നെ ഇന്നിപ്പം വെള്ളിയാഴ്ച ഹൈക്കോടതി അടയ്ക്കുകയാണ്. പിന്നെ ഓഗസ്റ്റ് 31 സെപ്റ്റംബർ 1-ാം തീയതി തുറക്കും. ആ ഡേറ്റിലേക്ക് അതിൻ്റെ റീഓപ്പണിങ് ചെയ്യുന്നത് 1-ാം തീയതി ആയിരിക്കും, സെപ്റ്റംബർ 1-ന്. അന്ന് അവിടെ റിട്ട് പെറ്റീഷൻ മൂവ് ചെയ്യാം എന്നാണ് ആലോചിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു കൂട്ടായ്മ ഉണ്ടാക്കി. ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മറ്റേ ഇതിൻ്റെ റെപ്രസെൻറ്റേഷനുകൾ യൂണിവേഴ്സിറ്റിയിൽ അയച്ചു. എന്തോ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് റിട്ട് കൊടുക്കുന്നുണ്ട്. അതെ. അല്ല, ഒരു മോഡൽ ആൻസർ പേപ്പർ, അതിൻ്റെ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് എന്തൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത് ഓരോ വിഷയം. പരീക്ഷയ്ക്ക് മുമ്പെന്നല്ല, പരീക്ഷയ്ക്ക് ശേഷം അതിൻ്റെ ഒരു ഇത്, കാരണം അതിലൊരു ട്രാൻസ്പെറൻസി വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അതെ, അതെ, അതിന് ശേഷം
പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് വെച്ച് കമ്പയർ ചെയ്തിട്ട് എനിക്ക് മാർക്ക് കൂടുതലാണോ കുറവാണോ എന്നുള്ളത് ആ കുട്ടികൾക്ക് അസെപ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ്. അപ്പോൾ അതിനകത്തൊരു വ്യക്തത വരും. ഇപ്പൊ നിലവിൽ തീർത്തും യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു അശാസ്ത്രീയമായ ഒരു വാല്യുവേഷൻ സമ്പ്രദായമാണ് നിലനിൽക്കുന്നത്. അതായത് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ആൻസർ കീ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ പ്രശ്നം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ആൻസർ കീ ഇല്ലാതെ ഇൻഡിവിജ്വലായിട്ട് ഓരോ വ്യക്തിക്കും, അത് എക്സാമിനേഴ്സ് ആയ ടീച്ചേഴ്സ് ഒരു 5 പേപ്പർ നോക്കുക, 5 പേര് എക്സാമിനേഴ്സ് ഉണ്ടെങ്കിൽ അവർ 5 രീതിയിലാണ് പേഴ്സണലൈസ്ഡ് വാല്യൂഷനാണ്. പേഴ്സണലൈസ്ഡ് അതായത് അൺസയന്റിഫിക് ആയിട്ടുള്ള ഒരു വാല്യുവേഷൻ പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അത് പരിഹരിക്കാൻ ഒറ്റൊരു വഴിയുള്ളൂ, കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ആൻസർ കീ അവർ സൈറ്റിൽ പരീക്ഷ കഴിഞ്ഞിട്ട് ഒരു 7 ദിവസമോ അല്ലെങ്കിൽ 10 ദിവസമോ എടുത്തോട്ടെ, അതിൻ്റെ ഉള്ളിൽ അവർ അപ്ലോഡ് ചെയ്യാം. പിന്നെ വേറൊരു വിഷയം പറയാനുള്ളത്, സബ്ജക്റ്റ് നോളജ് ഇല്ലാത്ത എക്സാമിനേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇൻകം ടാക്സ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന പരീക്ഷ എഴുതുന്ന കുട്ടികളെ പേപ്പർ നോക്കാൻ അറ്റ്ലീസ്റ്റ് സബ്ജക്ട് നോളജ് വേണ്ടേ? ഒരു 20 വർഷം 15 വർഷം എനിക്ക് ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമായില്ല, അതൊരു വിഷയമാണ്. അപ്പോൾ സബ്ജക്ട് നോളജ് എക്സ്പേർട്ടുകൾ അല്ലാത്ത എക്സാമിനേഴ്സ് ആണ് വാല്യുവേഷൻ മാർക്കിടായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോൺസിക്വൻസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എങ്ങനെ ഏത് രീതിയിൽ നല്ല രീതിയിൽ എഴുതിയാലും മാർക്ക് തോന്നുന്ന പോലെ അവർ ഇട്ട് കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ ഒരു സിസ്റ്റം ഇല്ല, ഒരു സെറ്റ് ഓഫ് റൂൾസ് ഇല്ല, ഒരു ആൻസർ കീ ഇല്ല, സയന്റിഫിക് ആയിട്ടുള്ള ആൻസർ കീ ഇല്ല. അപ്പോൾ അവർക്ക് തോന്നുന്ന പോലെ ചെയ്യാം. അപ്പോൾ തോന്നുന്ന പോലെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സമ്പ്രദായമാണ് നമ്മൾ ലീഗൽ എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ. അപ്പോൾ അതിന് മോണിറ്റർ ചെയ്യുന്ന ഒരു അതോറിറ്റി ഉണ്ട്, റെഗുലേറ്റർ ഉണ്ട്, BCI, ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന അതോറിറ്റി. ആ അതോറിറ്റിയാണ് ഇവിടെ റെഗുലേറ്റർ ചെയ്യുന്നത്, റെഗുലേറ്ററാണ് ലീഗൽ എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ. അപ്പോൾ റെഗുലേറ്ററാണ്. അപ്പോൾ അവരുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർവെൻഷൻ വേണം ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യൻ്റെ. കാരണം ലീഗൽ എഡ്യൂക്കേഷൻ ആകെ മൊത്തം തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുകയാണ് ഇവിടെ. ക്വാളിറ്റി ഇടിഞ്ഞ് തകർന്നിരിക്കുകയാണ്. ആ ഇടിഞ്ഞ് തകർച്ചയിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യൻ്റെ ഇൻ്റർവെൻഷൻ വേണം. പിന്നെ വേറൊരു വിഷയം പറയാനുള്ളത്, അക്കാഡമിക് സപ്പോർട്ട് ഞങ്ങൾക്ക്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം, അക്കാഡമിക് സപ്പോർട്ട് ഞങ്ങൾക്ക് കോളേജിൽ നിന്ന് കിട്ടുന്നത് ബിലോ 25% ആണ്. അത് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി. ബിലോ 25% അക്കാഡമിക് സപ്പോർട്ടാണ് കോളേജിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. അതായത് ആ ടീച്ചിങ് ഫാക്കൽറ്റിയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന സാധനമാണ് പറയുന്നത്. ഇതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ എഴുതി കൊടുക്കുന്നത്. ഔട്ട്സൈഡേഴ്സ് ഗൈഡ്, മറ്റേ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ പുറത്തുനിന്ന് സമ്പാദിച്ച് ഈ പിടിച്ചു നിൽക്കണ്ടേ, പരീക്ഷ എഴുതി ജയിക്കണ്ടേ, പാസ്സാവണ്ടേ? ആ ഒരു വിഷയത്തിന്റെ മുകളിൽ കുട്ടികളെ പ്രശ്നങ്ങളാണ് ഇവിടെ. ഇത്രയും ഗുരുതരമായ പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത് നിങ്ങൾ ഈ വിഷയം ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഒരു മാധ്യമ ശ്രദ്ധ പിടിച്ചു വരുന്ന രീതിയിൽ വാർത്ത പ്രസിദ്ധീകരിക്കണം എന്നാണ് പറയാം. അതേപോലെ ഇത് നമ്മളല്ലാതെ സെപ്പറേറ്റ് കോളേജിൽ നിന്നും കളക്ട് ചെയ്ത ഒരു ഡാറ്റയാണ്, റാൻഡമായിട്ട് കളക്ട് ചെയ്ത. അതിനകത്ത് പല വേരിയേഷൻസ് ഓഫ് മാർക്സ് പറയുന്നതാണ്. ഇതിനകത്ത് നമ്മൾ കളക്ട് ചെയ്തതിൽ 10%-ലധികം 66 സ്റ്റുഡൻസിൻ്റെത് വരുന്നുണ്ട്. ഇത് ജസ്റ്റ് കഴിഞ്ഞ ദിവസം 71 സ്റ്റുഡൻസിൻ്റെ 71 റെസ്പോൺസുകൾ കളക്ട് ചെയ്തിട്ടാണ്. ഇതിൽ 29 മാർക്കിൻ്റെ വർധനം ഉണ്ടാകുന്ന കേസുണ്ട്. ഒരു വിഷയത്തിനാണ്, ഒറ്റ വിഷയത്തിനാണ് 29 മാർക്കിൻ്റെ വർധനവ്, 28 മാർക്കിൻ്റെ വർധനവ്, 16 മാർക്കിൻ്റെ വർധനവ്, 14, അങ്ങനെ വലിയ, മനസ്സിലായല്ലോ, 80 മാർക്കിൻ്റെ ഒരു പരീക്ഷയിലാണ് ഈ പറയുന്ന 29ഓളം 28 മാർക്കും ഒക്കെ വർധന വരും. അപ്പോൾ ആ വിഷയത്തിൻ്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്. ഇതും നമ്മൾ റാൻഡമായി കളക്ട് ചെയ്ത ഒരു ചാർട്ട്, അതും തരാവുന്നതാണ്. ഇതാണ്. ഇനി എന്തെങ്കിലും മറ്റ് ചോദ്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കും. മറ്റ് യൂണിവേഴ്സിറ്റികളുടേതായി സഹകരിക്കുന്ന കാര്യം ഇപ്പോൾ തൽക്കാലം നമ്മൾ ഈ ഏതാ മറ്റ് യൂണിവേഴ്സിറ്റി ഇപ്പം നമ്മളിവിടെ തിരുവനന്തപുരം ഗവൺമെൻറ് കോളേജിലെ സ്റ്റുഡൻസിൻ്റെ ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് കൂടി ആലോചിച്ചതിന് ശേഷം മറ്റ് യൂണിവേഴ്സിറ്റികളുടെ പ്രശ്നം അത് അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവിടെ ഈ പറയുന്ന MG യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് സർവകലാശാല, അവിടെയുള്ള കുട്ടികളും കൂടി ആശയവിനിമയം നടത്തിയതിന് ശേഷം നമുക്കതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കാം.